വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന് വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 2 ദിനവൃത്താന്ത പുസ്തകം 15-ാം അധ്യായം അതിന്റെ 12-13 വാക്യങ്ങൾ. പിന്നെ അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അന്വേഷിച്ചു കൊള്ളണമെന്നും ചെറിയവനോ വലിയവനോ പുരുഷനോ സ്ത്രീയോ ആയാലും ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ അന്വേഷിക്കാത്തവർ മരണശിക്ഷ അനുഭവിക്കണമെന്നും ഒരു നിയമം ചെയ്തു. പഴയ നിയമ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിലെ ജനത്തിന് കൊടുത്തിരുന്ന ഉടമ്പടി അഥവാ നിയമങ്ങൾ വളരെ കർക്കശമായിരുന്നു. അതിനകത്തൊരു മാറ്റവുമില്ല. അല്ലേറിയ ഇവിടെ സകല ജനങ്ങളും എന്താണ്? ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും അല്ലെങ്കിൽ പൂർണ്ണ മനസ്സോടും കൂടെ അന്വേഷിക്കണമെന്നാണ്. ഈ നിയമ ഉടമ്പടിയൊക്കെ അന്നത്തെ കാലഘട്ടങ്ങളിൽ നിന്നു പോയി എന്ന് നമ്മൾ ചിന്തിച്ച് ഇതിനെയൊക്കെ നമ്മൾ നിസ്സാരമായി കാണാതെ ഈ കാലഘട്ടത്തിൽ കർത്താവായ യേശുക്രിസ്തു നമ്മോട് പറയുന്നതും നമ്മുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്നാണ് പറയുന്നത്. അത് നമ്മൾ സുവിശേഷങ്ങൾ വായിക്കുന്നുണ്ട്. അപ്പം ദൈവത്തെ സേവിക്കുന്നതിനകത്ത്, ദൈവത്തെ സ്നേഹിക്കുന്നതിനകത്ത് ആമീൻ വിട്ടുവീഴ്ചയില്ലാതെ എന്ന് പറഞ്ഞ ഏക മനസ്സോടുകൂടി നമ്മൾ ദൈവത്തെ അന്വേഷിക്കണം. മിക്ക ആളുകളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും ദൈവത്തെ സേവിക്കുന്നതിന് പകരമായി അവർ മറ്റു പലതിലേക്കും ചാഞ്ഞുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ആസയുടെ കാലഘട്ടത്തിൽ യഹോവയായ ദൈവം വലിയൊരു ശുദ്ധീകരണം ആസയിലൂടെ വരുത്തിയതുപോലെ ഈ കാലഘട്ടത്തിലും ദൈവം നമ്മെ ഒരു ശുദ്ധീകരണത്തിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുമ്പോൾ അല്ലേരിയ ആ ശുദ്ധീകരണം പ്രാപിച്ച് വിശ്വസ്തയോടെ വിശുദ്ധിയോടെ നിൽക്കുന്നവർക്ക് മാത്രമേ നിത്യമായ രാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ എന്നുള്ള തിരുവെഴുത്ത് നമ്മെ ഓരോ ദിവസവും ബോധ്യപ്പെടുത്തുകയാണ്. അല്ലേരിയ ഇവിടെ കർത്താവിന്റെ മുഖം അന്വേഷിക്കുന്ന ഒരു കാലഘട്ടമായത്. ദൈവമുഖം അന്വേഷിക്കേണ്ട ഒരു കാലഘട്ടമാണ്. കർത്താവിന്റെ പാദപീഠത്തിൽ താണിരുന്നു കൊണ്ട് അവന്റെ മുഖത്തെ പ്രകാശം അനുഭവിച്ചുകൊണ്ട് വലിയൊരു ഉണർവ് വേണ്ടി കരയണം. ഈ നാളുകളിൽ ഉണർവ് വേണ്ടി കരയണം. ഈ കാലഘട്ടത്തിൽ ദൈവസഭ ഉണർവ് വേണ്ടി കരയുവാൻ, ദൈവസനി താണിരുന്ന് കരയുവാൻ, നിലവിളിക്കുവാൻ, പ്രാർത്ഥിക്കാൻ ആളില്ല. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടി ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ ആളില്ല. ഇപ്പൊ സഭ മുഴുവൻ അധികാരമായി, രാഷ്ട്രീയമായി, അല്ലെങ്കിൽ ഭരണ സംവിധാനങ്ങളെല്ലാം മറ്റൊരു ഇവിടുത്തെ ലോകപ്രകാരമായി മാറി. പണ്ട് ഉപവാസവും പ്രാർത്ഥനയും കാത്തിരിപ്പ് യോഗങ്ങളും അഭിഷേകത്തിന്റെ ശുശ്രൂഷയൊക്കെ ശക്തമായി സഭയിൽ നടന്നെങ്കിൽ ഈ കാലഘട്ടത്തിൽ അതെല്ലാം നിലച്ചുപോയി. ഇന്ന് സഭയെന്ന് പറയുന്ന പേര് മാത്രമേ ഉള്ളൂ. സത്യം വിളിച്ചു പറയുന്ന ഒറ്റപ്പെടുന്ന ഒരു കാലഘട്ടമായി മാറി. പ്രൈസ് എന്നെ കേൾക്കുന്ന പ്രിയ നമ്മൾ ദൈവത്തോട് അടുത്ത് ചെല്ലുവിന്ന യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യം വായിക്കുന്ന ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളെ ഇവിടെ അടുത്ത് വരുമെന്നാണ്. നമ്മൾ ദൈവത്തോട് അടുത്ത് ചെല്ലണം. എങ്കിൽ മാത്രമേ ദൈവം നമ്മുടെ അടുത്ത് വരുള്ളൂ. ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവത്തോട് അടുത്ത് വരുവാൻ ജനമില്ല. എല്ലാവരും ലോകത്തോട് അടുത്തുകൊണ്ടിരിക്കുക. പണത്തോടും പ്രതാപത്തോടും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം ഹീനമായ പ്രവൃത്തി ചെയ്യാമോ അതെല്ലാം ചെയ്ത് മനുഷ്യൻ ദൈവത്തെ വിട്ട് അകന്നിട്ട് സാത്താനോട് അടുത്തുകൊണ്ടിരിക്കുക. അല്ലേരിയ അപ്പൊ നമ്മൾ ദൈവത്തോട് അടുക്കണം. എങ്ങനെയാണ് ദൈവത്തോട് അടുത്തുന്നത്? പൂർണ്ണ ഹൃദയത്തോടു കൂടെ ദൈവത്തെ നമ്മൾ അന്വേഷിക്കണം. പൂർണ്ണ ഹൃദയത്തോടെ നമ്മുടെ ഹൃദയം പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കണം. ഇരുതോടി കാലുവെക്കരുത്. ദൈവത്തെ മാമൂനും കൂടെ സേവിക്കാൻ പാടില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യന് ദൈവവും വേണം, അതുപോലെ ലോകവും വേണം. അതാണ് ഇന്നത്തെ ചിന്ത. പൂർണ്ണ മനസ്സോടെ ദൈവത്തെ അന്വേഷിക്കുന്നില്ല. പല സന്ദർഭങ്ങളിലും നിങ്ങൾ കർത്താവിനെ മറന്ന് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോവുകയാണ്. പല സന്ദർഭങ്ങളിൽ നിങ്ങൾ കർത്താവിനെ മറന്നിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ, ഞായറാഴ്ച സഭായോഗം എന്നുള്ളത് സഭായോഗത്തിന് വേണ്ടി വരാതെ പല ബാധകളും പറഞ്ഞ്, പല തട്ടാമുട്ടുകളും ഒഴിവൊഴികളും പറഞ്ഞ് വീട്ടിലിരിക്കുന്നവരുണ്ട്. മൊബൈലും കണ്ട് കമ്പ്യൂട്ടറും കളിച്ചിരിക്കുന്നവരുണ്ട്. അല്ലേരിയ ദൈവസഭയുടെ മീറ്റിങ്ങിൽ പങ്കെടുക്കാതെ ദൈവസഭയ്ക്കകത്ത് യാതൊരു കൂസലുമില്ലാതെ കള്ളം പറയുന്നവരുണ്ട്. അല്ലേരിയ പക്ഷെ പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവം പറഞ്ഞു, നീ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും കൂടി എന്നെ സേവിക്കണമെന്ന്, അല്ലാത്തവനൊക്കെ മരണശിക്ഷ അനുഭവിക്കണമെന്ന്. വലിയവനായിരുന്നാലും ചെറിയവനായിരുന്നാലും പുരുഷനായിരുന്നാലും സ്ത്രീ ആയാലും മരണശിക്ഷ അനുഭവിക്കണമെന്ന്. ആ നിയമങ്ങളൊക്കെ ഇന്ന് ഈ കാലഘട്ടത്തിൽ ഈ പുതിയ നിയമസഭയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ എത്ര പേര് ദൈവസഭയെ കണ്ടേനെ? ഈ ലോകത്തിൽ തന്നെ കണ്ടേനെ. പ്രവേശം
ദൈവം നമ്മോട് കരുണ കാണിക്കുന്നത് കൊണ്ടല്ലേ സഹോദരൻ നമ്മളൊക്കെ ഇവിടെ ജീവിക്കുന്നത്. നാം എന്തെല്ലാം അകൃത്യങ്ങൾ ചെയ്തു കൂട്ടി, എന്തെല്ലാം ഹീനമായ പ്രവൃത്തി ചെയ്തു കൂട്ടി, എന്തെല്ലാം നമ്മൾ ദൈവത്തോട് മറുതലിച്ച് എന്നിട്ടും നാം തകർന്നു പോകാതിരിക്കുന്നുണ്ടെങ്കിൽ ദൈവം നിന്നോട് കാണിക്കുന്നതേ അല്ല നിന്റെ വലിപ്പവും നിന്റെ കഴിവോ നിന്റെ പ്രാധാന്യവും നിന്റെ പണവും നിന്റെ പെരുപ്പമോ നിന്റെ ആയുധബലവും നിന്റെ അംഗബലവും ഒന്നും അല്ല നീ ഇവിടെ നിൽക്കുന്നത്. ദൈവം നിന്നോട് കൃപ കാണിക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന് വചനം വായിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുക, പല സമയങ്ങളിൽ നിങ്ങൾ കർത്താവിനെ മറന്ന് നിങ്ങളുടെ ജോലികളിലേക്കും ലോക സുഖങ്ങളിലേക്കും നിങ്ങൾ മുഴുകിപ്പോകാറുണ്ട്. ലോകസുഖങ്ങൾ, എല്ലാവർക്കും ലോകസുഖങ്ങളെ ഇഷ്ടം. ഹല്ലേലൂയ. അനേക കർത്താവിനെ ശ്രദ്ധിക്കാതെ അലക്ഷ്യമായി പുറന്തള്ളുന്നു. പലരും കർത്താവിനെ അന്വേഷിക്കത്തില്ല, കർത്താവിനെ പുറന്തള്ളി ജീവിക്കുക പലരും. ഹല്ലേലൂയ. അതുകൊണ്ട് എത്രയേറെ പോരാട്ടങ്ങൾ, എത്രയെത്ര പ്രശ്നങ്ങളാണ്, എത്രയെത്ര കുഴപ്പങ്ങളാണ് ഓരോ കുടുംബങ്ങളും നേരിടുന്നത്. നിങ്ങൾ കർത്താവിനെ മറന്നാൽ, കർത്താവിനോട് എടുക്കാതെ ലോകത്തോട് ചേർന്ന് അതിന്റെ കുടുംബത്തിനകത്തെ പ്രതിസന്ധികൾ മാറത്തിൽ അത് വർദ്ധിച്ചു കൊണ്ടിരിക്കും ശ്രോതാവി. അതുകൊണ്ട് നിന്റെ ഈ ലോക ജീവിതത്തിന്റെ സുഖങ്ങളെ വിട്ടിട്ട് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടി നീ ദൈവത്തെ സേവിക്കണം. പ്രൈസലോട്. ഹല്ലേലൂയ. ദൈവം അതാണ് നമ്മൾ കൂടെ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇന്ന് തന്നെ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടുകൂടി അന്വേഷിക്കുവിൻ, അപ്പോൾ നിങ്ങൾ കണ്ടെത്തുമെന്ന പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കണം. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ 7-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. മത്തായി സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ. ഹല്ലേലൂയ. അന്വേഷിപ്പിൻ. ഹല്ലേലൂയ. നിങ്ങൾ കണ്ടെത്തും. യാചിപ്പിൻ നിങ്ങൾക്ക് അന്വേഷിപ്പിൻ, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കപ്പെടും. നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ വന്ന് ദൈവത്തോട് ചോദിക്കണം, യാചിക്കണം, കർത്താവിനെ അന്വേഷിക്കണമെന്ന് ദൈവവചനം പറയുകയാണ്. ലൂക്കോസ് സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം വായിച്ചാലും കർത്താവിനെ അന്വേഷിച്ചു കൊണ്ടേയിരിക്കണമെന്നാണ്. അപ്പോൾ അവനെ നിങ്ങൾ കണ്ടെത്തും. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ മുമ്പേ അവന്റെ രാജ്യനീതി അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്നാണ്. ഇതെല്ലാം ദൈവകൽപ്പനയാണ്. ദൈവകൽപ്പനകളും ദൈവിക വചനത്തിലും ഒന്നും മാറ്റമില്ല. ഈ ലോകത്തിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ അന്വേഷിച്ച് നടക്കാതെ, നിങ്ങളുടെ ബന്ധുമിത്രാദികളെ അന്വേഷിച്ച് നടക്കാതെ, വേണ്ടെന്നല്ല ആവശ്യത്തിന് മാത്രം മതി. നിങ്ങളുടെ ജീവിതത്തിൽ 24 മണിക്കൂറിൽ നിങ്ങൾ എത്ര പ്രാവശ്യം ദൈവത്തെ അന്വേഷിക്കുന്നുണ്ട്? പ്രഭാതത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി നിങ്ങൾ യാത്ര ചെയ്യുന്ന മധ്യേ നിങ്ങളെ ആരെയാണ് അന്വേഷിക്കുന്നത്? ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യൻ നല്ലൊരു ശതമാനം വഴിതെറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. കൗമാരക്കാരായിരിക്കുന്ന കുട്ടികളടക്കം യൗവനക്കാരടക്കം വാർദ്ധക്യത്തിലായിരിക്കുന്നവരടക്കം ദൈവത്തെ അന്വേഷിപ്പാൻ കഴിയാതെ ദൈവമായി യാതൊരു ബന്ധമില്ലാതെ ലോകമോഹ സുഖങ്ങളിൽ വീണിരിക്കുകയാണ്. അതുമാത്രം വളർന്നു വരുന്ന ശൈശവത്തിലും ബാല്യത്തിലുമുള്ളവർ അവരും നിങ്ങളെ കണ്ട് വഴിതെറ്റിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന സഹോദരൻ, ഇവിടെ എങ്ങനെയെങ്കിലും ജീവിച്ച് നിത്യതയിൽ എത്താമെന്ന് ചിന്തിക്കരുത്. ഹല്ലേലൂയ. നിത്യതയിൽ അഥവാ ദൈവരാജ്യത്തെ സ്വർഗരാജ്യത്തിൽ നീ എത്തണമെങ്കിൽ നീ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ അന്വേഷിക്കുകയും സേവിക്കുകയും അവനെ ആരാധിക്കുകയും നിങ്ങൾ ദൈവത്തോട് അടുത്തിരിക്കുകയും ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നു മരിച്ചാൽ മനുഷ്യൻ സ്വർഗത്തിലെത്തുന്നു. അങ്ങനെ ഒരിക്കലും ചെല്ലത്തില്ല. എല്ലാ മതങ്ങളും പറയാം മരിച്ചാലുടൻ മനുഷ്യൻ സ്വർഗത്തിലെത്തുന്നു. ഒരിക്കലും അങ്ങനെ ചെല്ലും നിങ്ങൾ വിശ്വസിക്കരുത്. ഒരു പാപിക്ക് സ്വർഗരാജ്യത്തിൽ ചെല്ലാൻ പറ്റത്തില്ല. എല്ലാവരും മരിച്ച സ്വർഗത്തിൽ ചെല്ലുമായിരുന്നെങ്കിൽ ദൈവം ഭൂമിയും നരകവും സ്വർഗവും ഒന്നും രണ്ടായിട്ട് നമ്മളെ പഠിപ്പിക്കേണ്ട കാര്യമില്ലായിരുന്നു. സ്വർഗവും നരകവും സൃഷ്ടിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. എന്നാൽ വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗമാണ്, പാപികൾക്കായുള്ളത് നരകമാണ്. ഒരു പാപിക്കും അവൻ സ്വർഗത്തിൽ ചെല്ലാൻ പറ്റത്തില്ല. ഈ ലോകത്തിന്റെ സുഖലോലുപങ്ങൾ വീട് ഈ ലോകത്തിന്റെ സുഖങ്ങൾ അന്വേഷിച്ച് ഇവിടുത്തെ ഇഷ്ടാനുസരണക്കനുസരിച്ച് പോയി ലോകത്തെ അന്വേഷിച്ച് ലോകത്തോടൊപ്പം ചേർന്ന് നടന്നിട്ട് ദൈവത്തെ മറന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ദൈവവുമായി യാതൊരു ബന്ധവും അവസാനം ഉണ്ടാകത്തില്ല. ദൈവത്തെ മറക്കുന്നവർ ഇത് ഓർത്തുകൊള്ളുവിൻ, ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടിവിക്കാൻ ആരും ഉണ്ടാകില്ലെന്ന് സങ്കീർത്ത പുസ്തകം 50-20 വായിക്കുന്നുണ്ട്. 22 പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മൾ ദൈവവചനവും ദൈവ കൽപ്പനയൊക്കെ അനുസരിക്കണം. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ ചെല്ലാമെന്നുള്ള ചിന്താഗതിയൊക്കെ മാറ്റിവെച്ചിട്ട് നിങ്ങൾ മടങ്ങി വരണം. ഇസ്രായേൽ ജനം അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തെ ഭരിച്ചിരുന്ന ഒരു രാജാവിന്റെ പേരാണ് ആസ. ആസ എന്ന വാക്കിനർത്ഥം മഹാനായ വൈദ്യൻ എന്നാണ്. ഹല്ലേലൂയ. ആസ രാജാവ് തന്റെ രാജ്യത്തിലുള്ള ജനങ്ങൾക്ക് നൽകിയ മരുന്നും ഗുളികകളും ടോണിക്കുകളും കർത്താവിനെ അന്വേഷിക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്.
ആസാരാജാവ് തന്റെ ജനത്തിന് നൽകിയ മരുന്നെന്താ? ഹല്ലേലൂയ, ടോണിക്കുകളൊക്കെ ദൈവത്തെ അന്വേഷിക്കുക എന്നുള്ളതാണ്. ആ കാലത്ത് അസരിയ പ്രവാചകൻ ഹല്ലേലൂയ രാജാവായി ആസയെ എതിരേറ്റു. ഹല്ലേലൂയ 15 2 വാക്യം വായിച്ചാൽ കാണാൻ കഴിയും. അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നു? 2 ദിനവൃത്താന്ത പുസ്തകം 15 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അനന്തരം ഓദേദിന്റെ മകനായ അസരിയാവിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു. അവൻ ആസയെ എതിരേറ്റ് അവരോട് പറഞ്ഞത് എന്തെന്നാൽ, ആസയും എല്ലാ യഹൂദരും ബെന്യാമീനും ആയുള്ളവരെ എന്റെ വാക്ക് കേൾപ്പിൻ. നിങ്ങൾ യഹോവയോട് കൂടെ ഇരിക്കുന്നിടത്തോളം അവൻ നിങ്ങളോട് കൂടെ ഇരിക്കും. അവനെ അന്വേഷിക്കുന്നു എങ്കിൽ നിങ്ങൾ അവനെ കണ്ടെത്തും. അല്ലെങ്കിൽ ഉപേക്ഷിക്കുന്നുവെങ്കിലോ അവൻ നിങ്ങളെ ഉപേക്ഷിക്കും. അസരിയ പ്രവാചകൻ ആസയെ കണ്ട് ഈ സന്ദേശം പറയുമ്പോൾ ഹല്ലേലൂയ ആസ പിന്നീട് ചെയ്തത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കും, നിങ്ങൾ യഹോവയോട് കൂടെ ഇരിക്കുന്നിടത്തോളം അവൻ നിങ്ങളോട് കൂടി ഇരിക്കും. അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ അവനെ നിങ്ങൾ കണ്ടെത്തും. ഹല്ലേലൂയ. നിങ്ങൾ ഉപേക്ഷിക്കുന്നുവെങ്കിലോ നിങ്ങളെ ഉപേക്ഷിക്കുക എന്ന് പറയുക. ആസ രാജാവിന്റെ കാലഘട്ടത്തിൽ കർത്താവിന്റെ മുഖം അന്വേഷിക്കുന്നതിൽ ജനങ്ങളിൽ വലിയ ഉണർവ് ഏർപ്പെടുത്തി. ആസയുടെ കാലഘട്ടത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്നതിനകത്ത് വളരെ ആസ മുൻകൈയെടുത്ത ജനത്തെ അതിനുവേണ്ടി ഒരുക്കിയത് കൊണ്ട് എന്ത് ചെയ്തു? വലിയൊരു ഉണർവ് ആസയുടെ കാലഘട്ടത്തിൽ നടന്നു. എന്നെ കേൾക്കുന്നവരുടെ സ്വാഭാവി ഈ കാലഘട്ടത്തിൽ ദൈവം വലിയൊരു ഉണർവ് ആഗ്രഹിക്കുന്നു. ഇവിടെ കേരളത്തിലും ഭാരതത്തിലും ലോക രാജ്യങ്ങളിൽ 7 ഭൂഖണ്ഡങ്ങളിൽ ശക്തമായ ഒരു ആത്മീയ ഉണർവിനായി ദൈവം ആഗ്രഹിക്കുമ്പോൾ നാം ജീവിതത്തിൽ നീക്കേണ്ടതിനെയെല്ലാം നീക്കിക്കളയണം, തുരത്തേണ്ടതിനെല്ലാം തുരത്തണം. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടി ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ, നാം ദൈവത്തോട് അടുത്തിരുമ്പോൾ അവൻ നമ്മോട് അടുത്ത് വന്നാൽ ലോകത്തിൽ നിറഞ്ഞു നിൽക്കുന്ന മ്ലേച്ഛതകളും പാപത്തിന്റെ പ്രവൃത്തികളെയും ദൈവം നീക്കിക്കളയും. പ്രൈസോ. ഇന്നത്തെ കാലം നിങ്ങൾ കണ്ടിട്ടില്ല, ഇന്നത്തെ രാജ്യത്തിന്റെ സ്ഥിതി കണ്ടിട്ടില്ല. എവിടെ നോക്കിയാലും മ്ലേച്ഛതകൾ വർദ്ധിച്ചു. മ്ലേച്ഛമായ ജീവിതം, മ്ലേച്ഛമായ നടപ്പ്, മ്ലേച്ഛമായ സംസാരം, മ്ലേച്ഛമായ ആചാരങ്ങൾ, മ്ലേച്ഛമായ വസ്ത്രരീതികൾ എന്ന് വേണ്ട എല്ലാ വിധത്തിലും മനുഷ്യൻ പാപത്തിൽ വീണുകൊണ്ടിരിക്കുകയാണ്. ദൈവവുമായി യാതൊരു ബന്ധവുമില്ലാതെ, ദൈവവുമായി യാതൊരു സംസർഗവുമില്ലാതെ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടം. ഹല്ലേലൂയ, പ്രൈസ്. എന്നെ കേൾക്കുന്ന സ്നേഹിത, നമ്മുടെ ജീവിതം താൽക്കാലികമാണ്. നമ്മുടെ ജീവിതം താൽക്കാലികമാണ്. നാം തിരിച്ചറിഞ്ഞ് നമ്മുടെ അന്യരും പരദേശികളുമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ പ്രവാസ ജീവിതം ഭയത്തോടെ കഴിക്കുന്നില്ലെങ്കിൽ നമ്മുടെ മരണാനന്തരം നാം നിത്യ നരകത്തിലേക്ക് പോകും. ഹല്ലേലൂയ. അല്ലാതെ മരിക്കുന്നവരെല്ലാം സ്വർഗത്തിൽ ചെല്ലും നിന്നെ ആരെങ്കിലും പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. തിരിച്ചറിയും. വിശുദ്ധ വേദപുസ്തകം വായിച്ചു പഠിക്കുക, രക്തം ചെയ്യും. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന ദൈവവചനങ്ങൾക്ക് വള്ളിക്ക് പുള്ളിക്ക് മാറ്റമില്ലാതെ നിവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ പാപത്തോട് അടുത്ത് ജീവിക്കുകയാണ്, പാപത്തോട് ചേർന്ന് ജീവിക്കുകയാണ്. പാപം മനുഷ്യന്റെ വാതിൽക്ക് കിടക്കുകയാണ്. കായീനോട് ദൈവം പറഞ്ഞ പോലെ പാപത്തോട് പോരാടുന്ന പ്രാണത്യാഗത്തോട് എതിർത്ത് നിന്നിട്ടിരുന്ന ഇബ്രാഹിം വിശ്വാസിയുടെ പൗലോസ് പറഞ്ഞതുപോലെ ഇബ്രാഹിം 12:4 വായിച്ചാൽ കാണാൻ, നിങ്ങൾ പാപത്തോട് പോരാടുന്നത് പ്രാണത്യാഗത്തോട് എതിർത്ത് നിൽപ്പാൻ കഴിയാതെ പാപം നിങ്ങളുടെ ജീവിതത്തിൽ, പാപം നിങ്ങളുടെ കുടുംബത്തിന്റെ വാതിൽക്കൽ, നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും കിടക്കുകയാണ്. പാപത്തെ ജയിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. പാപത്തെ ജയിക്കണം, പാപത്തെ ജയിക്കണം. വിശുദ്ധ ജീവിതം നയിക്കണം. നീ കടന്നു പോകുന്ന അധാർമികമായ അശുദ്ധമായ ജീവിത സാഹചര്യങ്ങളെ മാറ്റിക്കളഞ്ഞിട്ട് നീ മരണാനന്തര നിത്യതയാണ് ആഗ്രഹിക്കുന്നെങ്കിൽ, നീ അതിന്റെ മരണത്തോടൊപ്പം നീ സ്വർഗരാജ്യമാണ് ആഗ്രഹിക്കുന്നെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിനെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ നിങ്ങൾ സേവിക്കണം. അല്ലാതെ നമ്മൾ പറയുന്ന ഈ തട്ടാൻകുട്ടികൾ കൊണ്ടൊന്നും ദൈവരാജ്യത്തിൽ ചെല്ലാൻ പറ്റത്തില്ല. അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആസിയുടെ കാലുകൾ ദേശത്തുനിന്നെല്ലാം മ്ലേച്ഛ വിഗ്രഹങ്ങളെ നീക്കിക്കളയുക എന്നത് ആയിരുന്നു ആസിയുടെ ഒന്നാമത്തെ നവീകരണം. അല്ലെങ്കിൽ പേര് സ്തോത്രം. അവിടെ ആസിയുടെ നവീകരണ പ്രവർത്തനങ്ങൾ ആകഷ്ടമായി അല്ലെങ്കിൽ വടക്കൻ അല്ലെങ്കിൽ ഗോത്രത്തിലുള്ള അനേകരും യെരുശലേമിലേക്ക് തിരിച്ചു വന്നു. ആസിയുടെ കാലഘട്ടത്തിൽ ദേശത്തെ എല്ലാം മ്ലേച്ഛമായ ആചാരങ്ങൾ നീക്കിക്കളഞ്ഞത് കൊണ്ട് എന്ത് ചെയ്തു? വടക്കൻ ഗോത്രത്തിലുണ്ടായിരുന്നവരെല്ലാം യെരുശലേമിലേക്ക് മടങ്ങി വന്നു. അല്ലെങ്കിൽ ദൈവത്തിന്റെ തിരുനിവാസമുള്ള യെരുശലേമിലേക്ക് അവർ അല്ലെങ്കിൽ സ്തോത്രം ഒരു തീർത്ഥയാത്ര എന്ന പോലെ
അവർ മടങ്ങിയെത്തി എന്നുള്ളതാണ്. അല്ലേ? അത് നാം ഒരു നീക്കേണ്ടതിനെല്ലാം നീക്കണം. നിന്റെ ജീവിതത്തിൽ നീക്കേണ്ട മ്ലേച്ഛമായ സകലത്തെ നീക്കിക്കളയണം. നിങ്ങളുടെ ജീവിതത്തിൽ മ്ലേച്ഛമായത് എന്തൊക്കെയാണ്, ദൈവം വെറുക്കുന്ന, ദൈവം അറയ്ക്കുന്ന പാപങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങളെ തന്നെ ശോധന ചെയ്ത് കേട്ട്, നിങ്ങളെ തന്നെ വിവേചിച്ചിട്ട്, നിങ്ങളെ തന്നെ വിധിച്ചിട്ട്, ദൈവം വെറുക്കുന്ന സകല പാപത്തെ നീ നീക്കിക്കളഞ്ഞിട്ട് വിശുദ്ധിയോടെ ദൈവത്തിലേക്ക് മടങ്ങി വരണം. ഈശോ ആ കാലഘട്ടത്തിൽ ആ സ്വദേശത്തെ എല്ലാം മ്ലേച്ഛാരാധനകൾ നീക്കിക്കളഞ്ഞതുപോലെ ഒരു നവീകരണം ആവശ്യമാണ്, ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. ഇന്ന് പകലിനെ കേൾക്കുന്ന മാതാവി, നിന്റെ കുടുംബത്തിൽ ഒരു ശുദ്ധീകരണം ആവശ്യമാണ്, നിന്റെ ദേശത്തിൽ ശുദ്ധീകരണം ആവശ്യമാണ്, നിന്റെ ജീവിതത്തിൽ ശുദ്ധീകരണം ആവശ്യമാണ്. ഒരു നവീകരണം നിന്റെ കുടുംബത്തിനകത്ത് നടത്തുവാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ നിന്റെ കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ നീതിയുടെ കരം വെളിപ്പെടും രക്തം ചെയ്യും. അല്ല, നിന്റെ കുടുംബത്തെ നീ ശുദ്ധീകരിക്കുവാൻ, നിന്റെ കുടുംബത്തെ നീ നവീകരിക്കുവാൻ നീ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നീ പാപത്തിൽ മരിക്കും. രക്തം തന്മുഖാന്തരം നിനക്ക് ലഭ്യമാകുന്ന നരകക്കടലാണ്. പ്രൈസ്. അവിടെ നിന്ന് നിന്നെ ആർക്കും പുറത്തേക്ക് കൊണ്ടുവരുവാൻ കഴിയത്തില്ല. അവിടെ നിനക്ക് പുറത്തേക്ക് മോചനമേ ഇല്ല. അല്ലേലിയ. ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ ജീവിച്ച് ദൈവത്തെ അനുസരിക്കാൻ, ദൈവത്തെ അന്വേഷിക്കാവുന്ന ഒരു പാപിയായ മനുഷ്യൻ മരിച്ച് അവൻ നരകത്തിലെത്തിക്കഴിഞ്ഞാൽ ആ നരകത്തിൽ ഒരു കാലത്തും അവന് മോചനമില്ല. മനുഷ്യന്റെ മരണത്തോടൊപ്പം മനുഷ്യന്റെ ശരീരം മാത്രമേ ഈ ഭൂമിയിൽ മണിയോട് ലയിക്കുന്നുള്ളൂ. അവന്റെ ഉള്ളിൽ കിടക്കുന്ന ആത്മാവ് ഒരിക്കലും മരിക്കുന്നില്ല. ആത്മാവിന് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യമായ രാജ്യത്തിൽ ചേരണമെങ്കിൽ നിന്റെ ജീവിതത്തിൽ നവീകരണം നടക്കട്ടെ. മ്ലേച്ഛതയെ നീക്കിക്കളയണം. അല്ല, നീ രണ്ടും കൂടെ വെച്ചുകൊണ്ട് നടന്നാൽ നീ നരകത്തിലേക്ക് നിന്റെ ആത്മാവ് ചെല്ലും. അവിടെ നിത്യത മുഴുവൻ നരകത്തിൽ നീ കിടന്ന് വേദന അനുഭവിക്കേണ്ടി വരും. ഭൂമിയിലുള്ള യാതൊരു മനുഷ്യൻ ചെയ്യുന്ന യാതൊരു ക്രിയകൾ കൊണ്ടും നിന്നെയോട് ശുദ്ധീകരിച്ച് നരകത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ഈ ഭൂലോകത്തിൽ ഒരു മതങ്ങൾക്കും മനുഷ്യർക്കും കഴിയില്ല. അല്ലേ? ചിലരൊക്കെ അങ്ങനെ ചിന്തിച്ചിരിക്കുന്നത്. അല്ലേ? മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ മരിച്ചുപോയ മനുഷ്യരുടെ എന്തെല്ലാം പൂജകളോ കർമ്മങ്ങളോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒക്കെ ചെയ്ത് മരിച്ചുപോയ മനുഷ്യരെ നരകത്തിൽ നിന്ന് തിരിച്ചെടുക്കണമെന്ന് ചിന്തിക്കുന്ന, അങ്ങനെ പഠിപ്പിക്കുന്ന മതസമ്പ്രദായങ്ങൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ സത്യവേദ പുസ്തകം പറയുന്ന സത്യ സന്ദേശം എന്താണ്? മരണാനന്തരം ഒരു മനുഷ്യനെ നരകത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ കഴിയത്തില്ല. പ്രൈസ്. ഈ ഭൂമി ജീവിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ ആ കാലഘട്ടത്തിൽ ഒരു നവീനത വരുത്തിയതുപോലെ ഒരു ശുദ്ധീകരണം വരുത്തുവാൻ നിങ്ങളോട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിന്റെ ജീവിതത്തിൽ ശുദ്ധീകരണം വരുത്തണം. പ്രൈസ്. നീ ഒരു ഉണർവിന്റെ കാലഘട്ടത്തിലേക്ക് വരണം. നിന്റെ ഭവനത്തിൽ നീക്കാനുള്ളതെല്ലാം നീ നീക്കണം. നിന്റെ സ്വഭാവത്തിൽ നീക്കാനുള്ളതെല്ലാം നീക്കണം. നിന്റെ പ്രവൃത്തിയിൽ നിന്ന് മാറ്റാനുള്ളതെല്ലാം നീ മാറ്റിക്കളയണം. അല്ലേലിയ. നമ്മൾ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സേവിക്കണം. അല്ലേലിയ. ദൈവമായിട്ടായിരിക്കണം നമുക്ക് അടുത്ത ബന്ധം, അടുത്ത സ്നേഹം, അടുത്ത സുഹൃത്ത് ബന്ധമൊക്കെ സ്ഥാപിക്കേണ്ടത് ദൈവത്തോട് ചേർന്നായിരിക്കണം. പ്രൈസ് ലോർഡ്. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുകയാണ്, അവൻ നിങ്ങൾ യഹോവയോട് കൂടെ ഇരിക്കുന്നിടത്തോളം അവൻ നിങ്ങളോട് കൂടെ ഇരിക്കും. നിങ്ങൾ യഹോവയോട് കൂടെയാണോ ഇരിക്കുന്നത്? കർത്താവ് യേശുക്രിസ്തുവിനോട് കൂടെയാണോ ഇരിക്കുന്നത്? ഒന്നുകൂടെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആരോട് കൂടെയാണ് ഇരിക്കുന്നത്? ആരോട് കൂടെയാണ് നടക്കുന്നത്? ആരോട് കൂടെയാണ് വാസം ചെയ്യുന്നത്? അല്ലേലിയ. നിങ്ങൾ യഹോവയോട് കൂടെയാണ് ഇരിക്കുന്നെങ്കിൽ അവൻ നിങ്ങളോട് കൂടെ ഇരിക്കും. അല്ലേലിയ. സ്തോത്രം. അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ, അല്ലേലിയ, അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ അന്വേഷിക്കുന്നിടത്തോളം അവൻ നിങ്ങളെയും അന്വേഷിക്കും. അല്ലേലിയ. നിങ്ങൾ കർത്താവിനെ അന്വേഷിച്ച് നിങ്ങൾ അവനെ കാണും. കർത്താവിനെ പ്രസാദിപ്പിക്കണമെങ്കിൽ, യേശുവിനെ പ്രസാദിപ്പിക്കുന്ന ദൈവരാജ്യത്തിൽ നമുക്ക് പ്രവേശിക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ജഡികമായ സുഖങ്ങളെ, ജഡികമായ ചിന്തകളെ, ജഡികമായ മോഹങ്ങളെ മുഴുവൻ നീക്കി ഒരു ശുദ്ധീകരണം നടത്തണം. ആ ശുദ്ധീകരണം നടത്തിയ പോലെ മനുഷ്യന്റെ ശരീരം മുഴുവൻ ജഡികമായ ചിന്തകൾ കൊണ്ട്, പാപത്തിന് ചിന്തകൾ കൊണ്ട് മനുഷ്യനെ പാപത്തേക്ക് തള്ളിയിടുന്ന, അശുദ്ധിയിലേക്ക് തള്ളിയിടുന്ന അനവധി കാര്യങ്ങൾ മനുഷ്യ ജീവിതത്തിൽ പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ നിന്നെ തകർക്കുന്ന സാത്താന്റെ പദ്ധതികളെ നീ മനസ്സിലാക്കിയിട്ട് നീ മടങ്ങി വരണം. ആശയുടെ കാലഘട്ടത്തിൽ ആ ദേശത്തെ മ്ലേച്ഛ വിഗ്രഹങ്ങളെല്ലാം മാറ്റിക്കളഞ്ഞെന്ന. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ ഇവിടെ വടക്കൻ ദേശമായ ഇസ്രായേലിന്റെ രാജാക്കന്മാർ ഉയർന്ന കുന്നുകളിന്മേൽ, അല്ലേലൂയ, സ്തോത്രം, അല്ലേലൂയ, സ്തോത്രം, ഉയർന്ന കുന്നുകളിന്മേൽ പലയിടത്തു നിന്നും, അല്ലേലൂയ, മ്ലേച്ഛ വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ചിരുന്നു. ആ വിഗ്രഹാരാധനയോട് വെറുപ്പ്, അല്ലേലൂയ, സ്തോത്രം, ഇസ്രായേലിന്റെ ഉണ്ടായത്. അതിനെയാണ് അവിടെ നീക്കിക്കളഞ്ഞെന്ന് പറയുന്നത്. അല്ലേലൂയ. അപ്പൊ ദൈവം ആഗ്രഹിക്കുന്നത് വിശുദ്ധമായ ജീവിതമാണ്. ഹല്ലേലൂയ.
ഇവിടെ നാം ദൈവത്തോട് ചേർന്നിരിക്കണം. ദിനവൃത്താന്ത പുസ്തകം 15:2 വായിക്കുമ്പോൾ ആസ രാജാവിന്റെ കാലഘട്ടത്തിൽ കർത്താവിന്റെ മുഖം അന്വേഷിക്കുന്നതിൽ ജനങ്ങൾ വലിയ ഉണർവിലേർപ്പെട്ടു. ആസയുടെ കാലഘട്ടത്തിൽ ഇസ്രായേലിന്റെ ദൈവത്തെ അന്വേഷിക്കുന്നതിൽ ജനം തയ്യാറായതുകൊണ്ട് ഒരു വലിയ ഉണർവ് സംഭവിച്ചു എന്ന്. കർത്താവിന്റെ മുഖം അന്വേഷിക്കുന്നുവെങ്കിൽ ജനങ്ങളിൽ വലിയ ഉണർവ് ഏർപ്പെടുന്നു. ഈ കാലഘട്ടത്തിലും അത് തന്നെ. നമ്മൾ ദൈവമുഖം അന്വേഷിക്കുകയാണെങ്കിൽ ഒരു വലിയ ഉണർവ് ദൈവമായിരിക്കും. ലോകം മുഴുവൻ സാത്താൻ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുക. ലോകം മുഴുവൻ സാത്താൻ കൈപ്പിടിയിൽ സാത്താന്റെ കയ്യിലാണ്. സാത്താനാണ് ലോകത്തെ മുഴുവൻ അടക്കി ഭരിച്ചുകൊണ്ട് സകല ജനങ്ങളും അവന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ജീവിക്കുന്നത്. എന്നാൽ അതിൽ നിന്നൊരു മടങ്ങിവരവ് നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ഈ താൽക്കാലിക ജീവിതത്തിനകത്ത് ഈ ലോകത്തിന്റെ സാത്താനെ, ഈ ലോകത്തിന്റെ പ്രഭുവിനെ, ഈ ലോകത്തിന്റെ ഈ ദൈവത്തെ, ഈ ലോകത്തിന്റെ ദൈവമായിരിക്കുന്ന പിശാചിനെ നമ്മൾ അനുകരിച്ച് അവന് ഇഷ്ടമുള്ളത് ചെയ്ത് പ്രസാദിപ്പിച്ച് ജീവിതം മുന്നോട്ട് നയിച്ചാൽ നിന്റെ ജീവിതാവസാനം വലിയ ദുഃഖമായിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ഭൂമി ജീവിക്കുമ്പോൾ നിനക്ക് സുബോധമുള്ളപ്പോൾ, കഴിവുള്ളപ്പോൾ, പ്രാപ്തിയുള്ളപ്പോൾ, നിനക്ക് വിവരമുള്ളപ്പോൾ, വിദ്യാഭ്യാസമുള്ള പരിജ്ഞാനമുള്ളപ്പോൾ, നിനക്ക് വിവേകമുള്ളപ്പോൾ, ഈ കാണുന്ന മുഴു ലോകത്തിന്റെ സൃഷ്ടാവായിരിക്കുന്ന അണ്ടഘടാകത്തിന്റെ അഖിലാണ്ടത്തിന്റെ ഉടയവനായിരിക്കും വെമ്പാണ്ടത്തെ മുഴുവൻ അടക്കി ഭരിക്കുന്ന സർവശക്തനും സർവജ്ഞാനിയുമായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു ഏക സത്യ ദൈവമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഹല്ലേലൂയ എന്റെ ജീവിതത്തിലെ അധാർമികമായ സ്വഭാവങ്ങളെല്ലാം നീക്കം ചെയ്യണം. മദ്യത്തിനും മയക്കുമരുന്നിനും പാൻപസാലകൾക്ക് ലഹരിക്കും അടിമപ്പെട്ട് ലോകത്തെ ജട്ടിക്ക് വ്യഭിചാര വരസംഘ അശുദ്ധ ദുർഗാമത്തിനും കൊട്ടേഷങ്ങളും ഉണ്ടാസങ്ങളും ഭൂമാവിൽ ബ്ലേഡുമാവിൽ പിടിച്ചു പറിക്കാനും അഴിമതിക്കാനും കരച്ചിത്തക്കാനും പുകഴ്ത്തിവെപ്പുകാരും ബ്ലേഡും കൊള്ളപ്പരിശിയും എന്ന് വേണ്ട സ്ത്രീമാഫികളടക്കം എല്ലാ രാഷ്ട്രീയ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും തീവ്രവാദങ്ങളും ഭീകരവാദങ്ങളും വർഗീയതയും അധികാരങ്ങളും സ്ഥാനമാനങ്ങളും മോഹങ്ങളും ഇതെല്ലാം നീ നീക്കിക്കളയണം. പ്രൈസവും വാഴ്ചകളും അധികാരങ്ങളും ഈ അന്ധകാരത്തിൽ ലോകാധിപത്യ സ്വർലോകത്തിലെ ദുട്ടാത്മശരി ഒന്നടങ്കം നിന്റെ കുടുംബത്തിൽ നിന്നെ തകർക്കാൻ ഒരുക്കുന്ന അവന്റെ പൈശാചിക തന്ത്രങ്ങളെ നീ മനസ്സിലാക്കിയിട്ട് മടങ്ങി വരണം. രക്തം ചെയ്യും. ആസിയുടെ കാലഘട്ടത്തിൽ എന്നപോലെ ദൈവം നിന്റെ കുടുംബത്തിലേക്ക് ഒരു ഉണർവ് അയക്കാൻ ആഗ്രഹിക്കുക. നിന്റെ കുടുംബത്തിൽ ദൈവം ഒരു ഉണർവ് ദൈവം അയക്കുമ്പോൾ അത് ദേശം മുഴുവൻ അറിയുവാൻ കാരണമാകും. നിന്റെ കുടുംബം മുഖാന്തരം പലരും ഉണർവിലേക്ക് വരും. നിന്റെ സഭയിലൊരു ഉണർവുണ്ടാകുക നീ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഈ കാലഘട്ടത്തിൽ സഭയിലെ ഉണർവ് വേണ്ടി പ്രാർത്ഥിക്കാൻ ആളില്ല, ദേശത്തിന് ഉണർവ് വേണ്ടി പ്രാർത്ഥിക്കാൻ ആളില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? ദേശം മുഴുവൻ, കേരളം മുഴുവൻ, ഭാരതം മുഴുവൻ രക്തക്കളമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. രക്തം ചെയ്യും. നമ്മൾ എവിടേക്കോ ദൈവത്തെ മറന്നുപോയി, എവിടേക്കോ നാം ദൈവത്തോട് ചേരാതെ മാറി നിൽക്കുന്നു. അപ്പൊ നിങ്ങൾ ആരോട് കൂടെയാണ് ഇരിക്കുന്നത്? ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങൾ കർത്താവിനെ ഉപേക്ഷിക്കുകയാണെങ്കിൽ അവൻ നിങ്ങളെ ഉപേക്ഷിക്കും. നിങ്ങൾ കർത്താവിനെ ഉപേക്ഷിച്ചാൽ കർത്താവ് നിങ്ങളെ ഉപേക്ഷിക്കും. പ്രൈസ്. കർത്താവ് നമ്മെ ഉപേക്ഷിച്ചാൽ പിന്നെ നമ്മുടെ നില പരിതാപകരമാണ്. ഈ ലോകത്തിൽ അപ്പനും അമ്മയും ഭാര്യയും ഭർത്താവും മക്കളും കൊച്ചുമക്കളും മരുമക്കളും നമ്മുടെ സുഹൃത്തുക്കളും സ്വന്തം സഹചാരികളും നമ്മുടെ ചങ്ക് കരള എന്നൊക്കെ പറയുന്നവരൊക്കെ ഉപേക്ഷിച്ചാൽ നമുക്കിവിടെ ജീവിക്കാൻ പറ്റും. ഹല്ലേലൂയ. എല്ലാവരും നമ്മെ കൈവിട്ടാലും നമ്മളെ മറന്നു കളഞ്ഞാലും നമുക്കിവിടെ ജീവിക്കാം. പക്ഷെ നമ്മൾ കർത്താവിനെ ഉപേക്ഷിച്ചാൽ നമ്മുടെ ജീവിതം വളരെ ദുഃഖകരമാണ്. ആരെല്ലാം ഉപേക്ഷിച്ചാൽ നിങ്ങൾ കർത്താവിനെ ഉപേക്ഷിക്കരുത്. സ്തോത്രം. പ്രൈസണം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിങ്ങൾ കർത്താവിനെ ഉപേക്ഷിക്കുന്നുവെങ്കിലോ അവൻ നിങ്ങളെ ഉപേക്ഷിക്കുമെന്ന് ദിനവൃത്താന്ത പുസ്തകം 15:2 പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടി അന്വേഷിച്ചു കൊള്ളാമെന്നുള്ള തീരുമാനമെടുക്കണം. സാജനം എടുത്തതുപോലെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ഞങ്ങൾ ദൈവത്തെ ആരാധിച്ചു കൊള്ളാമെന്നുള്ള പൂർണ്ണ തീരുമാനം നിന്റെ ഹൃദയത്തിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. സ്തോത്രം. ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയുള്ളവരുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മനുഷ്യൻ മുഴുവൻ കപട വിശ്വാസമുണ്ട്. കാപട്യം കൊണ്ട് മനുഷ്യന്റെ ഹൃദയം മുഴുവൻ നിറഞ്ഞു കിടക്കുക. വിശുദ്ധനെന്ന് ചിന്തിക്കുന്നവർ പോലും വിശുദ്ധിയുടെ വേഷഭൂഷാദികൾ അണിഞ്ഞു നിൽക്കുന്നവരെ പോലും സാത്താൻ താനും വിളിച്ചതിന്റെ വേഷം ധരിച്ചവരാണ്. കണ്ടാൽ ഒരു കുഴപ്പമില്ല, കണ്ടാൽ യാതൊരു കണ്ട വിശുദ്ധിയുടെ വേഷം ധരിച്ചുകൊണ്ട് നല്ല ഭക്തന്മാരായി നിൽക്കുന്ന പലരും വെളിച്ചദൂതന്റെ വേഷം ധരിച്ചവരാണ്. അല്ലേ? അവർക്ക് ലോകം വേണം, പണം വേണം, ലോകത്തിന്റെ സ്ഥാനമാനങ്ങൾ വേണം, അധികാരങ്ങൾ വേണം, ലോകത്തിലെ എല്ലാം വേണം. അപ്പോൾ അവർ ദൈവത്തെയും വേണം. അത് രണ്ടും കൂടെ നടക്കത്തില്ല. അല്ലേ? നാം പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നമ്മുടെ ദൈവത്തെ സേവിക്കണം.
അപ്പൊ ആശയുടെ കാലഘട്ടത്തിൽ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും, ഞാൻ പറഞ്ഞൊരു പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെയാണ് ദൈവത്തെ അന്വേഷിക്കേണ്ടത്. നമ്മൾ ദൈവത്തോട് അടുത്ത് ചെയ്യണം. അപ്പോൾ നമ്മുടെ അടുത്ത് വരുന്നു. സാത്താനോട് എതിർത്ത് നിൽക്കണം. അല്ലേ? അങ്ങനെ സാത്താനോട് എതിർത്ത് നിന്ന് അവൻ നമ്മളെ വിട്ട് ഓടിപ്പോകും, നിങ്ങളെ വിട്ട് ഓടിപ്പോകും. സാത്താനോട് എതിർത്ത് നിൽക്കണം. അവൻ മോഹങ്ങൾ ആദ്യം കൊണ്ടുവരുന്നത്. സ്വതം സാത്താൻ ആദ്യം മോഹങ്ങൾ കൊണ്ടെത്തുന്നതിനെ വശീകരിച്ച് വലയിൽ അകപ്പെടുത്തും. അവന്റെ വലയിൽ നീ വീണ് കഴിഞ്ഞാൽ പിന്നെ ആ വലയിൽ നിനക്ക് പുറത്തേക്ക് വരാൻ കഴിയില്ല. ഫ്രൈസറോ, അവൻ അത്ര കുതന്ത്രശാലിയാണ്. രക്തം ചെയ്യുന്നു. അപ്പൊ രാജാവായി ആസിയും ദൈവജനങ്ങളും തങ്ങളുടെ ഞെരുക്കത്തിൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയിലേക്ക് തിരിഞ്ഞ് അവനെ അന്വേഷിച്ചപ്പോൾ അവർ അവനെ ഹല്ലേലൂയ കണ്ടെത്തി എന്ന് 2 ദിനവൃത്താന്ത പുസ്തകം 15-4 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. പ്രൈസോ, നിങ്ങൾ ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കിയിട്ട് അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. ആസ രാജാവിന്റെ വാക്ക് കേട്ട് തന്റെ സേനാധിപതിമാരെ ഇസ്രായേൽ പട്ടണങ്ങളിലേക്ക് നേരെ അയച്ചു. അവർ ഹല്ലേലൂയ സ്തോത്രം, അവർ ഹല്ലേലൂയ ഇയ്യോനും ദാനും ഹല്ലേലൂയ സ്തോത്രം ആബേലും നഫ്താലിയുടെ അല്ലെങ്കിൽ സകല ആമി സ്തോത്രം സംഭാര നഗരങ്ങളും പിടിച്ചടക്കിയതാണ്. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ നോക്കി അവിടെ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് വായിക്കുക. പാദത്തിൽ അക്ഷരങ്ങൾക്ക് അത്ര വെളിച്ചമില്ലെങ്കിലും സ്തോത്രം നമ്മൾ നീക്കിയിട്ട് ദൈവത്തോട് ചേർന്ന് നടക്കണം. ഹല്ലേലൂയ. അപ്പൊ ചുറ്റുമുള്ള ശത്രുക്കൾ ആരും തന്നെ പടയെടുത്ത് വന്നില്ല. ഹല്ലേലൂയ. അന്ന് ആസിയുടെ കാലഘട്ടത്തിൽ വലിയൊരു ഉണർവ് നടക്കുമ്പോൾ ചുറ്റുമുള്ള ശത്രുക്കൾ ആരും പടയെടുത്ത് വന്നില്ല. അതിനാൽ ദേശത്തിന് സ്വസ്ഥതയുണ്ടായി എന്ന് 2 ദിനവൃത്താന്തം 14:7 വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആ കാലഘട്ടത്തിൽ ദർശകനായ ഹനാനി യഹൂദ രാജാവായ ആസിയുടെ അടുക്കൽ വന്ന് അവരോട് പറഞ്ഞത് എന്തെന്നാൽ, നീ നിന്റെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കാതെ അരാം രാജാവിൽ ആശ്രയിക്കൊണ്ട് അരാം രാജാവിന്റെ അല്ലെങ്കിൽ സൈന്യം നിന്റെ കയ്യിൽ നിന്ന് തെറ്റിപ്പോയിരിക്കുന്നു. പ്രൈസോ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരെ, തന്നെയും തന്റെ രാജ്യത്തുള്ള ജനങ്ങളെയും രാജ്യങ്ങളുടെയും രാജാവായ ആസ തന്നെ ബലപ്പെടുത്തി അന്യദേവന്മാരുടെ ബലിപീഠങ്ങളെയും പൂജാഗിരികളെയും നീക്കിക്കളഞ്ഞ് മാത്രമല്ല ദൈവമായ യഹോവയെ അന്വേഷിക്കുവാനും ന്യായപ്രമാണവും കൽപ്പനകളും ആചരിച്ച് നടക്കുവാനും ആസ ജനത്തോട് കൽപ്പിച്ചു എന്ന ദിനവൃത്താന്ത പുസ്തകം 14:2, 3, 4 വായി കാണാൻ കഴിയുന്നത്. ആ കാലഘട്ടത്തിൽ വലിയ ഉണർവാണ് സംഭവിക്കുന്നത്. ഹല്ലേലൂയ. ഇപ്പോഴൊരു ഉണർവായിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുക. ദേശം മുഴുവൻ കഠിനപ്പെട്ടിരിക്കുകയാണ്. ദേശം മുഴുവൻ വിളച്ചത് കൊണ്ട് നിറയപ്പെട്ടിരിക്കുകയാണ്. മദ്യവും മയക്കുമരുന്നും പാനശാലകളും പെരുകി. മുട്ടിന് കള്ളുഷാപ്പുകളും ബീവലുകളും അതുപോലെ ഹല്ലേലൂയ ബാറുകളും പെരുകി. ജഡികമായ ജഡിക ആചാരങ്ങളും ജഡിക ചിന്തകളും അസന്മാർഗമായ ജീവിതങ്ങളും എന്നുവേണ്ട സകല ദുർനടപ്പ് കേന്ദ്രങ്ങളും അസാന്മാർഗമായ കേന്ദ്രങ്ങളും തുറന്ന് പ്രവർത്തിക്കുന്ന, എന്തിനേറെ വ്യഭിചാരശാലകൾ പോലും പരസ്യമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ കേരളം, ഭാരതം, ലോകരാജ്യങ്ങൾ വന്നു. സാത്താൻ അവന്റെ പള്ളികൾ സ്ഥാപിച്ചു തുടങ്ങി. സാത്താൻ ആരാധനയിലേക്ക് അനേകരെ ആകർഷിച്ചു തുടങ്ങി. അനേകം മനുഷ്യ ദൈവങ്ങളായി മാറി. ആൺദൈവങ്ങളും പെൺദൈവങ്ങളും കൊണ്ടും നിറയപ്പെട്ട് മനുഷ്യൻ ദൈവത്തിനകന്ന ദേശം മുഴുവൻ വിളച്ചത് കൊണ്ട് നിറയപ്പെട്ടിരിക്കുക. നിന്നെ ഏതു വിധത്തിലും വിശാലി വലിച്ചിഴച്ച് കൊണ്ടുപോയി നിന്നെ അതിനകത്ത് അടിമപ്പെടുത്തുന്നതിന് മുമ്പ് ആസിയുടെ കാലഘട്ടത്തിൽ ശുദ്ധീകരണം നടന്നതുപോലെ നിന്റെ ജീവിതത്തിനകത്ത്, കുടുംബത്തിനകത്ത് ശുദ്ധീകരണം വരുത്തിയിട്ട് നീ പിശാചിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കപ്പെടണം. പ്രൈസ്. നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. പ്രൈസ്. മാനസാന്തരപ്പെട്ട് മടങ്ങി വരുന്നവന് മാത്രമേ നിത്യമായ രാജ്യത്തിൽ എത്താൻ കഴിയുള്ളൂ. പ്രൈസ്. സ്വർഗവും നരകവും എല്ലാം ഇവിടെയാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നവരും അങ്ങനെ ചിന്തിക്കുന്നവരുമുണ്ട്, അങ്ങനെ നടക്കുന്നവരുമുണ്ട്. അവരോട് എന്ത് പറഞ്ഞാലും അവർ കേൾക്കത്തില്ല. അവർ എല്ലാം സ്വർഗവും നരകന്റെ ഇവിടെയാണെന്ന് പറയും. സ്വർഗവും നരകത്തെക്കുറിച്ച് അവരോട് പറഞ്ഞാൽ അവർ കേൾക്കാനും തയ്യാറല്ല. അങ്ങനെയുള്ള ഒരു കൂട്ടം ബുദ്ധിഹീനരായിരിക്കുന്ന ആളുകളും നമ്മുടെ ഇടയിലുണ്ട്. ഫ്രൈസിലോ, എന്നെ കേൾക്കുന്നവരെ സ്നേഹിതരെ, നമ്മൾ മടങ്ങി വരണം. അല്ലേ? നിങ്ങളുടെ ജീവിതം അല്പകാലം മാത്രമാണ്. നിങ്ങൾക്ക് അധികകാലം ജീവിതം ലഭിക്കത്തില്ല. 70 ഏറെയായാൽ 80.
വീണ്ടും ആയുസ് നീണ്ടാൽ അത് കഷ്ടതയാണെന്ന പാട്ടുകാരൻ പോലും പാടിയത്. അല്ലേരിയ. ഇന്നത്തെ കാലഘട്ടത്തിൽ ശൈശവത്തിനും ബാല്യത്തിനും കൗമാരം യൗവനത്തിൽ എത്തുന്നതിന് മുമ്പ് പലരും മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപകട മരണങ്ങൾ പെരുകിക്കഴിഞ്ഞു. വിഷപ്പാമ്പുകൾ അനവധി കുഞ്ഞുങ്ങളെയും മുതിർന്നവരെയും കടിച്ചു മുറിവേൽപ്പിച്ച് അങ്ങനെ അപകടത്തിലൂടെ അനവധി ആളുകൾ മരിക്കുന്നു. പ്രതികാരങ്ങൾ മനുഷ്യൻ തീർക്കാൻ വേണ്ടി തമ്മിലടിച്ച് കലഹിച്ചും ശരീരത്തെ വെട്ടിയും കുറിച്ചും അങ്ങനെ മരണങ്ങൾ. രാജ്യങ്ങൾ എഴുതത്ത അതിന്റെ അങ്ങനെ വിവിധ നിലങ്ങളിൽ ദേശം മുഴുവൻ മ്ലേച്ഛമായ ആചാരാനുഷ്ഠാനങ്ങൾ മ്ലേച്ഛത കൊണ്ട് നിറയപ്പെട്ടു. എവിടെ നോക്കിയാലും രക്തം ചൊരിച്ച് ഒരു ഉണർവില്ലാത്ത ദേശം മുഴുവൻ കൂരിരുളാൽ നിറഞ്ഞിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ മക്കളെ ദൈവഭയത്തിൽ വളർത്തണം. നിങ്ങളുടെ മക്കളെയും തകർക്കാൻ സാത്താൻ പല പദ്ധതികളും ആവിഷ്കരിച്ചിരിക്കുകയാണ്. ഒരു മാസം കൂടെ കഴിഞ്ഞ് സ്കൂൾ തുറക്കും. സ്കൂൾ തുറക്കുമ്പോഴത്തേനും കുട്ടികളെല്ലാം, പുതിയ കുഞ്ഞുങ്ങളടക്കം അനവധി കുഞ്ഞുങ്ങൾ പ്രവേശനോത്സവത്തിനായി സ്കൂളിലേക്ക് എത്താൻ ഈ നിമിഷങ്ങൾ മാത്രമാണ്. അതിനുവേണ്ടി സാത്താന്യ ശക്തികൾ വീണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും മയക്കുമരുന്ന് അടക്കമുള്ള സകലവും ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്വരൂപിച്ച് സ്കൂളിലേക്ക് ചെല്ലുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ പാപത്തിൽ വീഴ്ത്തുവാൻ ലഹരിക്ക് അടിമയാക്കാൻ വേണ്ടി നോക്കിയിരിക്കുന്ന കരാളന്മാർ അനവധി പെരുകുന്നുണ്ട്. നമ്മളിലേക്ക് തിരിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറുപ്രായത്തിൽ തന്നെ അവരുടെ ജീവിതത്തിൽ ആത്മീയ ഉണർവുണ്ടാകത്തക്ക നിലയിൽ അവരെ നമ്മൾ പഠിപ്പിച്ചെടുക്കണം. പാപമല്ല നമ്മുടെ ജീവിതത്തിൽ വളരേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ വളരേണ്ടത് ദൈവിക സ്വഭാവമാണ്. അല്ലേരിയ. ദൈവിക സാന്നിധ്യമാണ്, ദൈവിക നന്മകളാണ് നമ്മുടെ ഉള്ളിൽ വളരേണ്ടത്. പാപമല്ല കേട്ടോ. അല്ലേരിയ. അപ്പം നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ ജീവിതത്തിലുള്ള ഹല്ലേലൂയ അവൻ പാപത്തെ നിങ്ങൾ അകറ്റിക്കളയണം. നിങ്ങളുടെ ജീവിതത്തിലെ പാപത്തെ നിങ്ങൾ അകറ്റിക്കളയണം. പാപം എന്ന് പറയുന്നത് വിഗ്രഹമാണ്. നിങ്ങൾ ദൈവത്തെ കൂടാതെ ദൈവം വെറുക്കുന്ന ഏത് പാപം ചെയ്യുന്നു അതെല്ലാം വിഗ്രഹമാണ്. ദിവ്യാഗ്രഹം ഒരു വിഗ്രഹമാണ്, അത്യാഗ്രഹം ഒരു വിഗ്രഹമാണ്, പരദൂഷണം ഒരു വിഗ്രഹമാണ്. അല്ലേരിയ. മറ്റുള്ളവനെ ഉപദ്രവിക്കുക, പീഡിപ്പിക്കുക, മറ്റുള്ളവൻ നുണ പറഞ്ഞ് നടക്കുക, ഏഷണി പറഞ്ഞ് നടക്കുക, അടുത്ത വീടുകൾ തോറും കടന്നുപോയിരുന്ന വീട്ടിലെ കുറ്റങ്ങൾ, അമ്മായിയമ്മയുടെ കുറ്റം പറഞ്ഞ്, മരുമകളുടെ കുറ്റം പറഞ്ഞ്, അമ്മായിയപ്പന്റെ കുറ്റം പറഞ്ഞ്, സഹവിശ്വാസികൾ കുറ്റം പറഞ്ഞ്, ഭാഷ കുറ്റം പറഞ്ഞ് നടക്കുന്ന വിശ്വാസിയെ നീ ചെയ്യുന്നത് വിഗ്രഹാരാധനയാണ്. നീ ഭക്തിയുടെ വേഷം ധരിച്ചാണ് നിൽക്കുന്നെങ്കിൽ, ഭക്തിയുടെ വേഷം ധരിച്ചവളാണ് ജനത്തെ ബോധ്യപ്പെടുത്തിയാലും നീ നുണ പറയുന്നവളാണ്, ഏഷണി പറയുന്നവളാണെങ്കിൽ അല്ലേരിയ നീ ചെയ്യുന്നത് വിഗ്രഹാരാധനയാണ്. സഹോദരനെ വിധിക്കുന്നത് വിഗ്രഹാരാധനയാണ്. അല്ലേലിയ. സ്തോത്രം. അപ്പൊ ഇവിടെ നിങ്ങൾ അതിനില്ല അകറ്റിക്കളണം. അക്രമങ്ങളെയും പാപങ്ങളെയും കർത്താവോട് നിങ്ങൾ ഏറ്റുപറയണം. നിങ്ങളുടെ അക്രമങ്ങളെയും പാപങ്ങളെയും എന്ത് ചെയ്യണം? നിങ്ങൾ ഏറ്റുപറയണം. അല്ലേലിയ. പാപക്ഷമയ്ക്ക് വേണ്ടി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. മാത്രമല്ല രക്ഷയുടെ സന്തോഷം നിങ്ങൾ പ്രാപിക്കണം. ഇന്ന് പകൽ നിന്റെ കുടുംബത്തിൽ രക്ഷയുടെ സന്തോഷമില്ലാതെ പാപത്തിന് പരിഹാരം വരുത്താത്തത് കൊണ്ടാണ് നിന്റെ കുടുംബം കണ്ണുനീരിലൂടെ കടന്നു പോകുന്നത്. അല്ലേരിയ. അതിന് ആഭിചാരമെന്നും മന്ത്രവാദവും ദുർമന്ത്രവാദം ദുർസേവകളാണെന്നും വരുത്തുപോക്കാണെന്നും കൂടോത്രമാണ്, ശൂദ്രമാണ്, ഏലസാണ്, തകരാണെന്നൊക്കെ പറഞ്ഞ് നീ നിന്റെ കുടുംബത്തെ സ്വോത്രം നീ തന്നെ വിലയിരുത്തുന്നെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധൻ പറയണം, അതൊക്കെ അവിടെ കിടക്കട്ടെ, അതിന്റെ വഴിക്ക് പോകട്ടെ. പക്ഷെ നിന്റെ ജീവിതത്തിലെ പാപത്തെ നീ അകറ്റിക്കളഞ്ഞിട്ട് നീ രക്ഷയുടെ സന്തോഷം പ്രാപിക്കണം. പാപക്ഷമ നീ പ്രാപിക്കണം. ലേലിയ. അങ്ങനെ നീ നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ ജീവിതത്തിനകത്ത് ഒരു ശുദ്ധീകരണം വരുത്തുമ്പോൾ, നിന്റെ ജീവിതത്തിലെ നീക്കേണ്ടതിനെ മുഴുവൻ നീ നീക്കിക്കളയുമ്പോൾ അത് മുഖാന്തരം നിന്റെ കുടുംബത്തിനൊരു ഉണർവുണ്ടാകും. ലേലിയ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? പാപക്ഷമ പ്രാപിക്കണം, രക്ഷയുടെ സന്തോഷം പ്രാപിക്കണം. ദൈവത്തിന് കൊടുക്കേണ്ടതായ സ്നേഹവും ബഹുമാനവും നിങ്ങൾ കൊടുക്കണം. ലേലിയ. ദൈവത്തിന് കൊടുക്കേണ്ടതായ സ്നേഹവും സന്തോഷവും നിങ്ങൾ കൊടുക്കണം. ഈ ലോകത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുവാനുള്ള ഒരേ ഒരാളെ ഉള്ളൂ, കർത്താവ് യേശുക്രിസ്തു. ദൈവത്തെ നമ്മൾ സ്നേഹിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ഒരു വസ്തുവിനെയോ ഒരു മനുഷ്യനെയോ അല്ലേലൂയ നിങ്ങൾ ആശ്രയിക്കരുത്, ദൈവത്തിൽ ആശ്രയിക്കണം. അതുകൊണ്ടാണ് 118 സംഗീത 8 വാക്യം പറയുന്നത്, യഹോവയിൽ മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാളും നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്നതെന്ന്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലതെന്നാണ്. നമ്മൾ മനുഷ്യനിൽ ആശ്രയിക്കരുത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്.
നമുക്ക് ആശ്രയിപ്പാൻ ഒരേ ഒരു ഇടമുണ്ട്, കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. നിന്റെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകും. എന്നെ കിട്ടണം മാത്രമല്ല, നിന്റെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുവാൻ യേശുവിന് കഴിയും. നീ രോഗിയാണെങ്കിൽ, നീ കടക്കാരനാണെങ്കിൽ, നീ പ്രതിസന്ധികളാണെങ്കിൽ, കുടുംബം തകർന്നവളാണെങ്കിൽ, ജീവിതത്തിൽ നിരാശയാണ്, സങ്കടമാണ്, മഹാവ്യാധികൾ നീ വെടിവെട്ട് മരണത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് കിടക്കുന്നവളാണെങ്കിൽ, ഏതെങ്കിലും പാപത്തിന്റെ ശാപത്തിന്റെ ബന്ധനത്തിനകത്ത് വീണ് സമാധാനമില്ലാതെ നടക്കുന്നവനാണെങ്കിൽ, ജോലിയില്ലാതെ നീ ഭാരപ്പെടുകയാണെങ്കിൽ, നീ ഏതെങ്കിലും കേസിൽ കുടുങ്ങിക്കിടക്കുന്ന ഏതെങ്കിലും സാഹചര്യത്തെയും ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണെങ്കിൽ, ഹല്ലേലൂയ, അതിൽ നിന്ന് പുറത്തു വരുവാൻ നിന്റെ ജീവിതത്തിനകത്തെ പാപത്തെ നീക്കിക്കളഞ്ഞ് നീ പാപക്ഷമ പ്രാപിക്കാൻ വേണ്ടി യേശുവിലേക്ക് മടങ്ങി വരണം. ആശയുടെ കാലഘട്ടത്തിൽ ആസദേശത്തൊരു ശുദ്ധീകരണം നടത്തിയതുപോലെ, തന്മുഖാനൊരു ഉണർവുണ്ടായതുപോലെ നിന്റെ ജീവിതത്തിൽ ഒരു ഉണർവുണ്ടാകുവാൻ വേണ്ടി നിന്റെ ഉള്ളിലെ സകല മ്ലേച്ഛമായതിനെ നീക്കിക്കളയണം. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയൊക്കെ നമ്മൾ ദൈവത്തോട് ചേർന്ന് ദൈവം നമ്മോട് ചേർന്നിരിക്കും. നമുക്ക് ദൈവത്തോട് പറ്റിയിരിക്കണം. 91 സങ്കീർത്തനം എല്ലാവർക്കും കാണാതെ അറിയാവുന്ന പറയുന്നത്. ഹല്ലേലൂയ. അത് കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ടെന്ന് ഒത്തിരി പേര് കാണാതെ പറയുന്നവരുണ്ട്. പക്ഷെ അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ശുദ്ധീകരണം വന്നു. നമ്മളൊരു ശുദ്ധീകരണം കൂടെ വരുത്തണം. എല്ലാം കാണാതെ പഠിച്ചു വെക്കുന്നതൊക്കെ നല്ലതാണ്. ഒരുപാട് വാക്യങ്ങൾ, ആയിരക്കണക്കിന് വാക്യങ്ങൾ നീ കാണാതെ, സങ്കീർത്തനങ്ങൾ 150 കാണാതെ പഠിക്കുന്നത് നല്ലതാണ്. വേദപുസ്തകം മുഴുവൻ കാണാതെ പഠിക്കുന്നതല്ല. പക്ഷേ അതുപോലെ തന്നെ ജീവിതത്തിൽ ശുദ്ധീകരണം നടക്കണം. അത്യുന്നതന്റെ മറവിൽ നീ വസിക്കണം. സർവശക്തൻ നെടുകിൽ നീ പാർക്കണം 24 മണിക്കൂർ. ഹല്ലേലൂയ. അത്യുന്നതന്റെ മറവിൽ. നീ ആരുടെ മറവിലാണ് ജീവിക്കുന്നത്? ആരുടെ മറവിലാണ് പാർക്കുന്നത്? സർവശക്തന്റെ നെടുകീഴിലാണോ? അത്യുന്നതന്റെ മറവിലാണോ? ഹല്ലേലൂയ. നിങ്ങളോട് തന്നെ ചോദിക്കണം. ഈശോ, പാപത്തെ നീക്കണം, ശാപത്തെ നീക്കണം. ഹല്ലേലൂയ. അപ്പൊ നാം ദൈവത്തിലേക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ. ഇവിടെ 2 തിരുവഴുത്താന്റെ പുസ്തകം 7-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എന്റെ കണ്ണ് തുറന്നിരിക്കുകയും എന്റെ ചെവി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. വേദപുസ്തകത്തിലെ പ്രമാണങ്ങൾ, നിയമങ്ങൾ, കൽപ്പനകളൊക്കെ, ചട്ടങ്ങളൊക്കെ നമ്മൾ അതുപോലെ തന്നെ അനുസരിക്കണം. നമ്മളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് നമ്മുടെ ദുർമാർഗങ്ങളെയൊക്കെ വിട്ട് തിരിയണമെന്ന് ശുദ്ധീകരണം വരുത്തണം. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരുപക്ഷെ ഈ വചനം നിങ്ങൾ എത്രമാത്രം കൊണ്ട് ചിന്തിക്കും, ഞാൻ ഏറ്റെടുക്കും എനിക്കറിയില്ല. നിങ്ങളെ അമേരിക്കയ്ക്കോ ഗൾഫിനോ ഇംഗ്ലണ്ടിനോ അന്ന് കൊണ്ടുപോകാനല്ല പറഞ്ഞത്. ദൈവ സമയമാകുമ്പോൾ അതെല്ലാം നിങ്ങളെ കൊണ്ടുപോകും. പക്ഷെ ആദ്യം നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം. ആശയുടെ കാലഘട്ടത്തിൽ സകല വിളച്ചതയെ മാറ്റിക്കളഞ്ഞു വലിയ ഉണർവുണ്ടായതുപോലെ നിന്റെ ജീവിതത്തിൽ സകല ദൈവഗതമല്ലാത്ത സകലത്തെ നീക്കിക്കളഞ്ഞ് നീ ദൈവസേനയിൽ രക്ഷ പ്രാപിക്കുമ്പോൾ ദൈവം നിന്നോട് പറഞ്ഞിരിക്കുന്ന സകല വാഗ്ദത്തങ്ങൾ നൽകണം. പ്രൈസ് ലോർഡ്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ ദൈവത്തിലേക്ക് അടുത്തുക, ദൈവത്തോട് ചേർന്നിരിക്കുക. അവൻ നിന്നോട് കൂടെ വരും. ഹല്ലേലൂയ. അതുകൊണ്ട് നിന്റെ ദൈവമായി യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അന്വേഷിച്ച് കൊള്ളാമെന്നൊരു തീരുമാനമെടുക്കണം. ഹല്ലേലൂയ. അത് ചെറിയവനായിരുന്നാലും വലിയവനായിരുന്നാലും പുരുഷനായാലും സ്ത്രീയായിരുന്നാലും അത് ചെയ്യണം. അല്ലെങ്കിൽ അവർ മരണശിക്ഷ അനുഭവിക്കണം. അതുകൊണ്ട് പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ നീ ദൈവത്തെ സേവിപ്പം, ദൈവത്തെ ആരാധിപ്പം നീ ഒരുങ്ങാത്രത്തോളം കാലം മരണശിക്ഷ എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ കുടുംബത്തിനകത്ത് പ്രതിസന്ധികൾ നിറയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു ശുദ്ധീകരണം ആവശ്യമല്ലേ നിങ്ങൾക്ക്? ഒരു ശുദ്ധീകരണം ആവശ്യമാണെങ്കിൽ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവ്, എൻ്റെ കുടുംബത്തിനകത്ത് ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. എൻ്റെ ഭർത്താവിൻ്റെ, എൻ്റെ ഭാര്യയുടെ, എൻ്റെ മക്കളുടെ, എൻ്റെ അമ്മയുടെ, അപ്പൻ്റെ, എൻ്റെ സഹോദരങ്ങളുടെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. ആശയുടെ കാലഘട്ടത്തിൽ എന്നുകൂടി ഞങ്ങളുടെ മേൽ ഒരു ഉണർവ് വഹിക്കണമേ, ഞങ്ങളുടെ കുടുംബത്തിൽ ഉണർവ് വഹിക്കണമെന്ന് പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിച്ചായിട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കേരളത്തിനും ഭാരത ലോക രാജ്യങ്ങളുടെ 800 കോടി ജനത്തിനായി ആമി സകല രാജ്യരാഷ്ട്ര തലവന്മാരെ, എല്ലാ മത നേതാക്കന്മാരെ, രാഷ്ട്ര നേതാക്കന്മാരെ, ശൈശവത്തിലും ബാല്യത്തിലും കൗമാരി യുവനത്തിലും വാർദ്ധക്യത്തിലും വൃത്തരും അശന്ന യാചകർ, ഓർഫനേജ്, ഓർഡർ തടവറയിലായിരിക്കും സകല ജനത്തെയും ജാതി മത വർഗ വർണ്ണ വ്യത്യാസ കുടിയോട്ട് കോട്ടാരി വരെ പാർക്കുന്ന എല്ലാ നിയമപാലകരെയും എല്ലാ ജനത്തെയും എല്ലാ മേഖലയിലുള്ളവരെയും ഞങ്ങൾ ദൈവങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആശയുടെ കാലഘട്ടത്തിൽ വലിയൊരു മാറ്റം വരുത്തി വലിയൊരു ശുദ്ധീകരണം നടന്നതുപോലെ ഈ കാലഘട്ടത്തിൽ ഈ ഭൂമിയിലുള്ള സാധുര ജനത്തിന്റെ ജീവിതത്തിലും കുടുംബത്തിനും
ഹൃദയത്തിനകത്ത് ഒരു ശുദ്ധീകരണം വരുതേ, ഒരു വലിയ ഉണർവഹിക്കണമേ. അവർ കടന്നു പോകുന്ന മരണശിക്ഷ അനുഭവിക്കുന്ന മരണശിക്ഷ അനുഭവത്തിന് വിടുതൽ കൊടുത്ത് മോചനം കൊടുത്ത് കർത്താവ് നിത്യതയുടെ അവകാശിയാക്കി മാറ്റുവാൻ ജനത്തിന് വേണ്ടിയാണ് ഈ പ്രഭാതത്തിൽ മധ്യസ്ഥനക്കുകയാണ്. ഒരു ശുദ്ധീകരണം അയക്കണം കർത്താവ്. ഈ സ്ഥലത്തിന് നീതി വെളിപ്പെടുത്തണമേ. അങ്ങയുടെ കൃപ വെളിപ്പെടുത്തിയാൽ ഹല്ലേലൂയ. മനുഷ്യൻ മദ്യത്തിലും മയക്കുമരുന്നിലും പാൻപശാലയ്ക്കും ലഹരിക്കും അടിമപ്പെട്ട് ജഡ്ഡിക്ക് വ്യഭിചാര പരസംഗ വിഗ്രഹം എല്ലാ സാത്താന്റെ തന്ത്രങ്ങൾ കുടുങ്ങി സകല അശുദ്ധിയിലും ദുർമാർഗത്തിലൂടെ മനുഷ്യൻ യാത്ര ചെയ്യുമ്പോൾ ഓരോ കുടുംബത്തിലും കർത്താവ് ഇത് മുഖാന്തരം ഹല്ലേലൂയ ആമേൻ ദൈവകോപം വരും. തീവ്രവാദം, ഭീകരവാദം, വർഗീയതയും രാഷ്ട്രീയ അധികാരികൾ തമ്മിലുള്ള കടിപിടിയും മതങ്ങൾ തമ്മിലുള്ള കടിപിടിയും എല്ലാം ദേശത്തെ അസമാധാനത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ, കുടുംബങ്ങളെ തകർക്കുമ്പോൾ, ജീവിതങ്ങളെ തകർക്കുമ്പോൾ, തലമുറകളെ നശിപ്പിക്കുന്ന സാത്താനുഷ്യത്തിൽ എഴുന്നേറ്റുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവ് ശുദ്ധീകരണം ആവശ്യമാണല്ലോ. എല്ലാ മേഖലയും ശുദ്ധീകരണം അയക്കണമേ. കേരളത്തിൽ, ഭാരതത്തിൽ, ലോക രാജ്യങ്ങളുള്ള എല്ലാ ദൈവമക്കളെയും ദൈവദാസദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ക്രൈസ്തഭക്തനായി പ്രാർത്ഥിക്കുകയാണ്. വിടുതലയക്കണമേ. സുവിശേഷ മുഖാന്തരം പല എതിർപ്പുകളും നിന്ദകളും ഏറ്റുകൊണ്ട് പലരും സുവിശേഷ മുഖാന്തരം താമെ തടവിൽ അകപ്പെട്ട് കിടക്കുമ്പോൾ എന്നിട്ട് മോചനത്തിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ വിവാഹക്കാരും മനസ്സാന്തപ്പെടണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.